നമസ്കാരം. എല്ലാവർക്കും TV9 മലയാളത്തിലേക്ക് സ്വാഗതം. നമ്മുടെ നാട്ടിൽ ട്രോളിംഗ് നിരോധനം വന്നിട്ടുണ്ട്. ഈ ഒരു 2010, 2012 കാലത്ത് സോഷ്യൽ മീഡിയ അധികം സജീവമായ സമയത്ത് ഈ മീമുകൾ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ട്രോളുകളൊക്കെ ഇങ്ങനെ വർദ്ധിച്ചപ്പോൾ ഈ ട്രോളിംഗ് നിരോധനം തന്നെ വലിയൊരു സംസാര വിഷയം അല്ലെങ്കിൽ ഒരു കോമഡി രൂപത്തിൽ വലിയൊരു ചർച്ചയാണ്. അതായത് ഇനിയും ട്രോളർമാർക്ക് ട്രോൾ ചെയ്യാൻ പറ്റുമോ ഇല്ലെന്ന്. ഇത് പഴയൊരു കോമഡിയാണ്. അപ്പം ഈ ട്രോളിംഗ് നിരോധനം ഇന്നലെ അർദ്ധരാത്രി മുതൽ, അതായത് അക്ഷരാർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ജൂൺ 10 ഇന്ന് രാത്രി പുലർച്ചെ 12 മണി അർദ്ധരാത്രി 12 മണി തൊട്ട് അടുത്ത 52 ദിവസത്തേക്ക് കേരളത്തിലേക്ക് ട്രോളിംഗ് നിരോധനം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. എല്ലാ വർഷവും നടക്കുന്ന കാര്യമാണ്. പ്രത്യേകിച്ച് ഈ മൺസൂൺ സമയത്ത് ജൂൺ ജൂലൈ മാസത്തിലാണ് ഒരു തീയതി പ്രഖ്യാപിച്ച് തീയതി കണ്ടെത്തി സർക്കാർ ഈ ട്രോളിംഗ് നിരോധനം ഏർപ്പെടുത്തുന്നത്. അപ്പം ഈ ട്രോളിംഗ് നിരോധനം ഏർപ്പെടുത്തുമ്പോൾ നിങ്ങളുടെ അടുക്കളയിൽ നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ അമ്മയോട് പോയി ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ചന്തയിലും മാർക്കറ്റിലേക്കൊക്കെ പോകുന്ന അച്ഛനോട് ചോദിച്ചു കഴിഞ്ഞാൽ നിലവിലുള്ള മീനിൻ്റെ വില എത്രത്തോളം വർദ്ധിച്ചിട്ടുണ്ടെന്ന് അറിയാം. 100-150 രൂപയ്ക്ക് അല്ലെങ്കിൽ 200 രൂപയ്ക്ക് ലഭിച്ചുകൊണ്ടിരുന്ന മത്തിയുടെ വില ഇനി ഒരു റോക്കറ്റ് വേഗത്തിൽ അല്ലെങ്കിൽ വലിയ രീതിയിൽ ഉയരാം. ചിലപ്പം നല്ലൊരു 400 മത്തിയുടെ വില എന്ന് പറയുമ്പോൾ ഒരു 400-450 രൂപയിലേക്ക് എത്തും. വലിയ കഷ്ണം മീനുകൾക്കൊക്കെ നല്ല വലിയ വില കൊടുക്കേണ്ട സ്ഥിതി വിശേഷം ഇനി അടുത്ത 52 ദിവസങ്ങൾ. ഇങ്ങനെ രീതിയിൽ നമ്മുടെ തീന്മേശയിൽ, കാരണം നമുക്ക് മലയാളികൾക്ക് ഭൂരിഭാഗം അല്ലെങ്കിൽ മിക്കവർക്കും മീനില്ലാതെ ഒരു നേരത്തെ ചോറ് ഇറങ്ങുക അല്ലെങ്കിൽ ഉച്ചഭക്ഷണം ഇറങ്ങുക എന്ന് പറയുന്നത് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എല്ലാ മലയാളികളും അല്ല, ചില മലയാളികൾക്ക്. അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മുടെ തീന്മേശയെ തന്നെ ഇത്രയും അല്ലാതെ തന്നെ പല പല വിലവർദ്ധന നമ്മൾ നേടുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു പ്രതിസന്ധി സൃഷ്ടിക്കുന്ന ഈ ഒരു തീന്മേശയിലെ ഈ പ്രതിസന്ധി സൃഷ്ടിക്കുന്ന ഈ ഒരു ട്രോളിംഗ് നിരോധനം എന്താണ് നമുക്കിന്ന് പരിശോധിക്കാം. നമുക്ക് പണ്ട് തൊട്ടേ കേൾക്കുന്ന കാര്യമാണ്. അതിനെപ്പറ്റി ഒരു ചെറിയൊരു വിശദീകരണം മാത്രമാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ പങ്കുവെക്കുന്നത്. അപ്പം എന്താണ് ട്രോളിംഗ് നിരോധനം? ഇപ്പോൾ ട്രോളിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ശരിക്കും പറഞ്ഞാൽ ട്രോളിംഗ് എന്ന് പറയുന്നത് ഒരു മത്സ്യം അല്ലെങ്കിൽ ഒരു മത്സ്യബന്ധന രീതിയാണ്. അതായത് കോരുവല, സ്ക്വയർ രൂപത്തിലുള്ള കോരുവല ഉപയോഗിച്ച് മത്സ്യബന്ധനം നടത്തും. ആ മത്സ്യബന്ധനത്തിന് വേണ്ടി ആവശ്യം അല്ലെങ്കിൽ ആ വലകൾ കൊണ്ടുപോകുന്ന മെഷീൻ അല്ലെങ്കിൽ യാത്രാവാഹിനി അല്ലെങ്കിൽ ബോട്ടുകൾ പോലത്തെയുള്ള ആ മെഷീനെയാണ് ട്രോളർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ട്രോളർ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഈ ട്രോളർ ഉപയോഗിച്ച് കടലിൽ പോയി മത്സ്യബന്ധനം നടത്തുന്ന രീതിയാണ് ട്രോളിംഗ് എന്ന് പറയുന്നത്. ഈ ട്രോളിംഗ് ആണ് നമ്മൾ അടുത്ത 52 ദിവസത്തേക്ക് നിർത്തിവെച്ചിരിക്കുന്നത്. ഈ ട്രോളിംഗ് നിരോധിക്കുമ്പോൾ എന്തുകൊണ്ട് നമ്മുടെ മത്സ്യസമ്പത്തേക്ക് നമുക്ക് ലഭിക്കുന്ന മത്സ്യലഭ്യത കുറയുന്നു എന്ന് പറയുന്ന കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഈ കോരുവല ഉപയോഗിച്ച് കടലിൻ്റെ അല്ലെങ്കിൽ സമുദ്രത്തിൻ്റെ ആഴത്തട്ടിലേക്ക് നമുക്ക്, അതായത് മത്സ്യബന്ധനം നടത്തുന്ന അല്ലെങ്കിൽ മീൻപിടുത്തക്കാർക്ക്, അവർക്ക് മത്സ്യത്തൊഴിലാളികൾക്ക് വല വീശാൻ പറ്റും അല്ലെങ്കിൽ വല ഇറക്കാൻ സാധിക്കും. അപ്പോൾ വരുന്ന വലിയ വലിയ മീനുകളും ഒരു തരത്തിലുള്ള എല്ലാ മീനുകളും ഈ വലയിൽ കുടുങ്ങുകയും ചെയ്യും. അത് നമുക്ക് നമ്മുടെ വിപണിയിലും നമ്മുടെ മാർക്കറ്റിലും ഒക്കെ എത്തും എന്ന രീതിയാണ്. പക്ഷെ എന്തുകൊണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ പറയുന്ന മൺസൂൺ അല്ലെങ്കിൽ ജൂൺ ജൂലൈ മാസം ഈ മൺസൂൺ കാലഘട്ടത്തിലാണ് നമ്മുടെ നാട്ടിലെ പ്രധാന ലഭ്യമായി ലഭിക്കുന്ന മത്തി, അയില, ചൂര തുടങ്ങിയ മിക്ക മീനുകളുടെയും പ്രജനശേഷി, അതായത് അടുത്ത തലമുറ മുട്ടയിട്ട് വിരിയിച്ച് കുഞ്ഞുങ്ങളായി വരുന്ന ഒരു സമയകാലഘട്ടമാണ് ഈ മൺസൂൺ കാലഘട്ടം. ഈ സമയത്ത് ഇത്തരത്തിലുള്ള ഒരു മത്സ്യബന്ധന രീതി തുടർന്നാൽ അടുത്ത ഇനി കുഞ്ഞു മത്സ്യങ്ങൾ പോലും ഈ പറയുന്ന ഈ വലയിൽ കുടുങ്ങാനും, പിന്നെ അടുത്ത തലമുറ വീണ്ടും നമുക്ക് നോക്കുമ്പോൾ അടുത്തൊരു സീസൺ വരുന്നതേക്കും മീനുകൾ വേണ്ടേ, മീനുകളുടെ പ്രജനശേഷി നഷ്ടപ്പെടുകയും അല്ലെങ്കിൽ അടുത്തൊരു തലമുറയാവുന്ന കുഞ്ഞു മീനുകൾ നഷ്ടപ്പെടാനും ഈ വലയിൽ കുടുങ്ങി അത് പിന്നെ നഷ്ടപ്പെടാനും സാധ്യതയുണ്ട്. ഇത് കണക്കിലെടുത്താണ് 1988 കേന്ദ്ര ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ ഇപ്പം മന്ത്രാലയമാണ് ഇത്തരത്തിലുള്ള ഒരു ട്രോളിംഗ് നിരോധനം ആദ്യം ഏർപ്പെടുത്തുന്നത് കേരളത്തിലെ കൊല്ലം ജില്ലയിൽ ഇത് ഏർപ്പെടുത്തുകയും പിന്നീട് പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കൊല്ലം ജില്ലയിൽ ഇത് ഏർപ്പെടുത്തി കഴിഞ്ഞപ്പോഴത്തേക്ക് പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ ഈ പരമ്പരാഗതമായിട്ട് വള്ളത്തേലും അല്ലെങ്കിൽ മറ്റു രീതിയിലും പോയി ചെറു വള്ളങ്ങളിലൊക്കെ പോയി മീൻ പിടിക്കുന്നവർക്ക് അല്ലെങ്കിൽ പരമ്പരാഗത മത്സ്യ കർഷകർ മത്സ്യത്തൊഴിലാളികൾക്ക് ഈ പറയുന്ന ഇതിനെ വലിയ രീതി ബാധിക്കും. കാരണം 52 ദിവസമാണ്. ഇപ്പം ഇന്ന് ജൂൺ 10 ആരംഭിച്ചു, ജൂലൈ അവസാനത്തോടെ ജൂലൈ 31 അല്ലെങ്കിൽ അതനുസരിച്ച് ചെയ്ത ദിവസം 52 ദിവസത്തേക്ക് ഈ പറയുന്ന അവർക്ക് വലിയ പ്രതിസന്ധി സൃഷ്ടിക്കും. കാരണം കടലിൽ പോകാൻ പറ്റത്തില്ല. അപ്പോൾ അങ്ങനെ വന്നപ്പോഴാണ് പിന്നീട് 2007 ഈ നിയമം കേരളത്തിൽ ഭേദഗതി ചെയ്ത് പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്ക് കടലിൽ പോകാൻ അവസരം ഒരുക്കിയിട്ടുണ്ട്. അങ്ങനെയാണ് ഇപ്പോൾ ഈ ട്രോളിംഗ് നിരോധനം ട്രോളർ വാഹനം ഉപയോഗിച്ച് അല്ലെങ്കിൽ ട്രോളർ
ട്രോളർ വാഹനം ഉപയോഗിച്ചുകൊണ്ടുള്ള മത്സ്യബന്ധന രീതി അതിനെയാണ് അല്ലെങ്കിൽ ആ മത്സ്യബന്ധനത്തെയാണ് നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നത്. അപ്പം ഇതിന് ഇതായിട്ട് പരമ്പരാഗതമായ രീതിയിൽ തന്നെ നമ്മുടെ നാട്ടിൽ വള്ളത്തിലും ചെറുവള്ളങ്ങളിലും എല്ലാം പ്രധാന വള്ളങ്ങളിലും എല്ലാം പോയി മത്സ്യം പിടിക്കുന്നവർക്ക് ഈ പ്രതിസന്ധിയില്ല, അവർക്ക് പോകാൻ സാധിക്കും. 2007 തൊട്ടാണ് ഈ മാറ്റം വന്നത്. ഇപ്പം ഇത് പറയുന്ന വലിയ രീതിയിൽ കർഷകർക്ക് അല്ലെങ്കിൽ മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ട മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ഇത് വലിയ രീതിയിൽ ഒരു പ്രതിസന്ധി ആണെങ്കിലും, പക്ഷെ ഇത് മുന്നോട്ട് നോക്കുമ്പോൾ, അതായത് ഈ 52 ദിവസത്തെ ഇപ്പം നമ്മൾ പറഞ്ഞ പോലെ കുഞ്ഞു മത്സ്യങ്ങളെല്ലാം പിടിച്ചു കഴിഞ്ഞാൽ കടലിൽ പിന്നെ ലഭ്യമല്ലാതെ വരും. അതായത് വലിയ വലിയ മീനുകൾ പിടിച്ചു കഴിഞ്ഞാൽ അല്ലേ മാർക്കറ്റിലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ അല്ലേ മത്സ്യബന്ധനം, അതായത് ഈ ഒരു 2 മാസത്തേക്ക് മാത്രമല്ലല്ലോ, അല്ലെങ്കിൽ 52 ദിവസത്തേക്ക് മാത്രമല്ല, ഈ ഒരു വർഷം മൊത്തം അവർക്ക് മത്സ്യബന്ധനത്തിനുള്ള ആവശ്യമായ മത്സ്യങ്ങൾ സമുദ്രത്തിൽ ലഭിക്കണം, അല്ലെങ്കിൽ സമുദ്രത്തിൽ ഉണ്ടാകണം എന്ന് ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയാണ് ഇതുപോലത്തെ ഒരു ട്രോളിംഗ് നിരോധനം സർക്കാർ ഏർപ്പെടുത്തിയിരിക്കുന്നത്. അപ്പം എനിക്ക് തോന്നുന്നു ഇതിനുശേഷം ഈ നമ്മൾ പണ്ടൊക്കെ പറയുന്ന പോലെ മത്സ്യത്തിൻ്റെ ലഭ്യത കുറയുന്നു എന്നുള്ള പ്രതിസന്ധിയൊക്കെ ഏകദേശം ഈ പറയുന്ന ഈ ഒരു ട്രോളിംഗ് നിരോധനം ഏർപ്പെടുത്തിയതിനു ശേഷം മാത്രമേ. പക്ഷേ ഇതിൽ ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പ്രതിസന്ധിയല്ല, ഇത് വലിയ രീതിയിൽ ഈ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്കും അല്ലെങ്കിൽ മത്സ്യബന്ധനത്തിന് പോകുന്നവരും ഇതിൽ ട്രോളർ വാഹനങ്ങളും തമ്മിൽ വലിയ പ്രശ്നങ്ങൾക്കിടയാകും. കാരണം ഇവർക്ക് ബോട്ടിൽ പോയി അല്ലെങ്കിൽ ചെറുവള്ളങ്ങളിലോ അല്ലെങ്കിൽ വള്ളത്തിൽ പോയി അവർക്ക് മീൻ പിടിക്കാൻ സാധിക്കും. പക്ഷേ വലിയ ബോട്ടുള്ളവർക്കൊന്നും സാധിക്കാത്ത വരുമ്പോൾ ഇവർ ഇറങ്ങുമ്പോൾ അവിടെ ഈ പറയുന്ന പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളും ട്രോളർ വാഹിനിയിൽ വരുന്നവരും തമ്മിലുള്ള ചെറിയ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ അങ്ങനത്തെ പ്രതിസന്ധികൾ. പിന്നെ ഈ ട്രോളിംഗ് നിരോധനം വരുമ്പോൾ സമയത്ത് പറയുന്ന അന്യസംസ്ഥാനത്തെ ഈ ബോട്ടുകൾ, അന്യസംസ്ഥാനത്തു നിന്നുള്ള മത്സ്യത്തൊഴിലാളികൾ, ഈ ട്രോളർ വരുന്ന മത്സ്യത്തൊഴിലാളികൾക്ക് അവർ തീരം വിടേണ്ട ഇത് ആവശ്യകതയാണ്. അതൊരു ഈ നിയമത്തിൽ പറയുന്ന കാര്യമാണ്. ഇവർ തീരം വിടാതെ വരുമ്പോഴത്തേക്ക് ചിലപ്പോൾ ജില്ലകളുടെ അടിസ്ഥാനത്തിൽ തന്നെ ഇവർ തീരം വിടാതെ വന്നു കഴിഞ്ഞാലും ചെറിയ രീതിയിലുള്ള വഴക്കുകൾക്കൊക്കെ ഇടയാവും. അത് ഈ പറയുന്ന സർക്കാർ തലത്തിലൊക്കെ അത് വലിയ രീതിയിൽ ബാധിക്കുന്ന കാര്യങ്ങളില്ല. പക്ഷെ എന്നാൽ ഒരു സംഘർഷങ്ങൾക്കൊക്കെ ചില സിറ്റുവേഷൻസ് അല്ലെങ്കിൽ സ്ഥിതി ഉണ്ടാക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഇതിനോടൊപ്പം തന്നെയാണ് ഇതിങ്ങനെ വന്ന സമയത്താണ് ഈ പറഞ്ഞ പെയർ ട്രോളിംഗ് അല്ലെങ്കിൽ പെയർ ട്രോളർ എന്ന് പറയുന്ന രീതിയിൽ, പെയറിംഗ് ട്രോളർ എന്ന് പറയുന്നത്, അതായത് 2 വള്ളങ്ങൾ ചേർത്ത് വലിയ രീതിയിൽ ഒരു പ്രത്യേക വല ഉപയോഗിച്ച് അടിത്തട്ടിലേക്ക് പോയി മീൻ പിടുത്തം. ശരിക്കും പറഞ്ഞാൽ ഇത് വലിയ രീതിയിൽ മത്സ്യബന്ധനത്തെ അല്ലെങ്കിൽ മത്സ്യയുടെ ജൈവികമായ പ്രവർത്തനങ്ങൾക്ക് ഇത് വലിയ രീതിയിൽ പ്രശ്നങ്ങൾ ബാധിക്കുമെന്നായതുകൊണ്ട് തന്നെയാണ് സർക്കാർ ഇത് നിരോധിച്ച ഒരു മത്സ്യബന്ധന രീതിയാണ്. ഇത്തരത്തിലുള്ള വലകൾ പിടിച്ചെടുക്കാൻ 2.5 ലക്ഷം രൂപ പിഴ വരെ സർക്കാർ ഏർപ്പെടുത്തുന്ന രീതി. അപ്പം ട്രോളിംഗ് നിരോധനം നമ്മുടെ 90-കളിലെ 80-കളിലുള്ള ഞങ്ങളെപ്പോലുള്ള വസന്തങ്ങൾ പറയുന്ന പോലെ ആ ട്രോളിംഗ് നിരോധനമല്ല, നമ്മുടെ തീന്മേശയിൽ തന്നെ ചർച്ചയാകുന്ന, നമ്മുടെ തീന്മേശയിലെ അല്ലെങ്കിൽ നമ്മുടെ അടുക്കളയിലെ ബഡ്ജറ്റ് തന്നെ തളതെറ്റിക്കുന്ന ഒരു 52 ദിവസത്തെ നിരോധനമാണ്. പക്ഷെ ആ 52 ദിവസത്തെ നിരോധനം അല്ലെ 52 ദിവസത്തെ ഒരു നമ്മുടെ പറയുന്ന നിരോധനം പക്ഷെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വർഷത്തേക്കുള്ളത് അല്ലെങ്കിൽ ബാക്കി വരുന്ന 10 മാസങ്ങൾക്കുള്ള മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ടുള്ളവർക്കുള്ള ഉപജീവന മാർഗം, അവരുടെ വരുമാനം നഷ്ടപ്പെടാതിരിക്കാനുള്ള ഒരു സർക്കാരിൻ്റെ മുന്നൊരുക്കം അല്ലെങ്കിൽ ഒരു മുന്നൊരുക്കം കൂടിയാണ് ഈ 52 ദിവസം. അല്പം ഏറിയാലും 52 ദിവസം കഴിയുമ്പോൾ നല്ല പുതിയ മീനുകൾ നമ്മുടെ തീന്മേശയിലെത്തും. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം. നന്ദി, നമസ്കാരം.